വയനാട് പച്ചിലക്കാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയ്ക്കായി തെരച്ചിൽ ആരംഭിച്ചു. ഡ്രോൺ ഉപയോഗിച്ചും തെർമൽ ഡ്രോൺ ഉപയോഗിച്ചും പരിശോധന തുടരുകയാണ്. കടുവ കാപ്പിത്തോട്ടത്തിലുള്ളതായാണ് സൂചന. സൌത്ത് വയനാട് ഡിഎഫ്ഒ അജിത് കെ രാമൻ അടക്കമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. കടുവയെ കണ്ട പനമരം കണിയാമ്പറ്റ പഞ്ചായത്ത് അതിർത്തിയിൽ വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. പശുവിനെ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നോക്കിയപ്പോഴാണ് ഒച്ചുണ്ടാക്കിയപ്പോൾ അത് എന്നെ നോക്കി പേടിച്ചു. അപ്പോൾ ഒച്ചുണ്ടാക്കിയപ്പോൾ പേടിച്ച് ഓടുകയും ചെയ്തു. ശരിക്കും കണ്ടോ നിങ്ങളത്? ശരിക്കും കണ്ടുണ്ട്. നല്ല വലിപ്പമുണ്ട്. പോത്തുകുടീനൊക്കെ വലിപ്പമുണ്ട്. ഇവിടെ കടുവ മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു? ഇറങ്ങിയില്ല. ആന ഇറങ്ങിയില്ല. ആദ്യമായിട്ടാണ്. ഇവിടെ ആന ഇറങ്ങിയപ്പോഴായിരുന്നു? ആന ഒരു 4-5 കൊല്ലായി കുന്നിന്റെ മുകളിൽ. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, ഇപ്പോൾ കടുവ സാന്നിധ്യം തന്നെയാണ് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. പലയിടങ്ങളിലും കടുവയുടെ കാൽപാദങ്ങൾ കാണാനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഏത് മേഖല കേന്ദ്രീകരിച്ച് എങ്ങനെയാണ് തെരച്ചിൽ നടക്കുന്നത് അവിടെ? അമൃത, വയനാട്ടിൽ വീണ്ടും ആശങ്ക പരത്തിക്കൊണ്ട് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് പടിക്കംവയൽ, അത് പച്ചിലക്കാടിന് സമീപം പടിക്കംവയൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് കടുവയെ നാട്ടുകാർ കണ്ടത്. പടിക്കംവയൽ ഉന്നതിയിൽ ഒരാളാണ് കടുവയെ കണ്ടത്. കണ്ട ഉടനെ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും തുടർന്ന് വനംവകുപ്പ് എത്തുകയും സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്തു. അതേ തുടർന്നാണ് കടുവയുടെ കാൽപ്പാടുകൾ വിവിധ ഭാഗങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് RRT ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യം തെരച്ചിൽ നടത്തിയത്. പിന്നീട് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് അവിടെ ഒരു കാപ്പിത്തോട്ടം ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള തോട്ടങ്ങളുണ്ട്. അപ്പോൾ ആ തോട്ടത്തിൽ ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം ഒരു കടുവയുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ വനവകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. മുൻപൊക്കെ വയനാട്ടിൽ പലയിടങ്ങളിൽ കടുവ ഇറങ്ങിയപ്പോഴൊക്കെ തന്നെ ഈ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന വളരെ നിർണായകമായിരുന്നു. ഈ തെർമൽ ഡ്രോൺ എന്ന് പറയുന്നത് കടുവയുടെ സാന്നിധ്യം, ഏതെങ്കിലും മൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ സാന്നിധ്യം കണ്ടെത്താൻ ഈ തെർമൽ ഡ്രോൺ കഴിയുമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഈ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന വനംവകുപ്പ് നടത്തുന്നത്. കൂടുതൽ ആളുകളെ, കൂടുതൽ ഫോഴ്സിനെ, വനംവകുപ്പിന്റെ കൂടുതൽ ഉദ്യോഗസ്ഥരെ, RRT അംഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലായിരിക്കും വരും മണിക്കൂറുകളിൽ ഉണ്ടാവും. ഇപ്പോൾ നാട്ടുകാരും കൂടി ഇപ്പോൾ നമ്മളൊപ്പം ചെയ്യാണ്. ഈ ഒരു പ്രദേശത്ത് ആദ്യമായിട്ടാണ് കടുവ വരുന്നത്? തീർച്ചയായും ആദ്യമായിട്ടാണ് കടുവ വരുന്നത്. ഈ പ്രദേശം വനപ്രദേശമല്ല. വനത്തിന് എയർ ഡിസ്റ്റൻസ് പോലും ഒരു 7 കിലോമീറ്റർ അപ്പുറമാണ് വനപ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ കടുവയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആരും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ അത് ഫോറസ്റ്റുകാർ വന്ന് കടുവയുടെ കാൽപാദങ്ങളാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ജനം ഭീതിയിലാണ്. ഇപ്പോൾ അപ്പുറത്തെ കുന്നിൽ കടുവയെ കണ്ടു എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് അവിടെയുള്ള ഒരു കാവൽക്കാരനെ കാണാതെ പോയത് ഒരു 2 മണിക്കൂറോളം ആശങ്ക പരത്തിയിട്ടുണ്ട്. തീർച്ചയായും ജനങ്ങളൊക്കെ ഭീതിയിലാണ്. കാരണം ഇവിടെ മുഴുവൻ ജനവാസ പ്രദേശമാണ്. തൊട്ടപ്പുറത്ത് 2 സൈഡിലും 4 ഉന്നതികളുണ്ട്. ആ ഉന്നതിയിലുള്ള ആളുകളൊക്കെ രാവിലെ പണിക്ക് പോയവരാണ്. രാവിലെ അതിൽ തന്നെ ചിലരാണ് 9 മണിയോടുകൂടി കടുവയെ കാണുന്നതും വിവരം അറിയിക്കുന്നതും. അപ്പോൾ അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇങ്ങനെ വനപ്രദേശത്തിന് അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും ആദ്യം വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ജനം വളരെ വളരെ ഭീതിയിലാണ്. ഇപ്പോൾ ഫോറസ്റ്റുകാർ 1 മണിക്കൂറിനുള്ളിൽ തന്നെ അവർ വന്നു, അവരത് സ്ഥിരീകരിച്ചു, തുടർ നടപടികൾ ഉണ്ടായി. ഒരു ആശങ്ക എന്ന് പറയുന്നത് 2 ഈ പഞ്ചായത്തിന്റെയും അതേപോലെ തന്നെ 2 താലൂക്കിന്റെയും 2 പോലീസ് സ്റ്റേഷന്റെയും അപ്പുറവും ഇപ്പുറമാണ്. പക്ഷെ ഒരു ടീം വർക്ക് എന്നുള്ള രീതിയിൽ ഫോറസ്റ്റും പോലീസും വളരെ ജാഗ്രതയോടുകൂടി ഇപ്പോൾ ഇടപെടുന്നുണ്ട്. തീർച്ചയായും മാനന്തവാടി RRT ടീം ഒരു പരിശോധന നടത്തി കാവൽക്കാരനെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ ആശ്വാസമായി. തീർച്ചയായും വീണ്ടും അവർ പരിശോധന നടത്താൻ വേണ്ടി പോയിട്ടുണ്ട്. അതിനിടയിൽ മന്ത്രിയും അതേപോലെ തന്നെ CCF ഒക്കെയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ മയക്കുവെടി വെക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഫോറസ്റ്റുകാർ അറിയിക്കുന്നു. അതാണ് ഞങ്ങളുടെ ഒരു ആശ്വാസം. തീർച്ചയായും വൈകുന്നേരത്തോടു കൂടി ഇതിന് നടപടി ഉണ്ടാവണമെന്നാണ് ഈ പ്രദേശത്തുകാർ. കാരണം ഒരു സ്ട്രീറ്റ് ലൈറ്റോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ്. ഇരുട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഭീതിയിലാവും എന്നുള്ളത് ഫോറസ്റ്റുകാരെയും പോലീസിനെയും നാട്ടുകാരെയും ഒക്കെ ഭീതിപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും അതിനെ ലൊക്കേറ്റ് ചെയ്ത് അതിനെ മയക്കുവെടി വെച്ച് പിടികൂടും എന്ന് തന്നെയാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. ഞങ്ങളെല്ലാവരും വേണ്ട സഹായ സഹകരണങ്ങൾ ഫോറസ്റ്റിനും ബന്ധപ്പെട്ട പോലീസിനും ഒക്കെ നൽകി ഇവിടെ നിൽക്കുകയാണ്.
അമൃത, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു കാട് അല്ലെങ്കിൽ അത്തരത്തിൽ ഫോറസ്റ്റ് ഉള്ള ഒരു ഏരിയ ഈ ഒരു ഭാഗത്ത് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കാടില്ലാത്തൊരു ഭാഗത്ത് നിന്ന് എങ്ങനെ കടുവയുടെ എത്തി എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. അതുമാത്രമല്ല 100% ജനവാസ മേഖലയാണ്, നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ കടുവയെ ഉടൻ പിടികൂടിയിട്ടില്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളിലേക്ക് അത് കടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. 2025 കാരണം ഈ വർഷം തുടക്കത്തിലാണ് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ തവണയും 2024 സമാനമായ രീതിയിൽ കടുവയുടെ ആക്രമണം ഉണ്ടായത്. മാത്രമല്ല നിരവധിയായിട്ടുള്ള വന്യജീവി ആക്രമണങ്ങൾ വയനാട്ടിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് വീണ്ടും ഈ ഒരു കടുവ ജനവാസ മേഖലയിൽ എത്തിയിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ജനവാസ മേഖലയിലാണ് ഒരുപാട് കുടുംബങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. നാട്ടുകാരുടെ ആശങ്ക നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. നിലവിലിപ്പോൾ ഇതിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തതയില്ല. അപ്പോൾ എന്തെങ്കിലും നിയന്ത്രണങ്ങളൊക്കെ പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഇപ്പോൾ? അമൃത, അത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ ഇതുവരെ ഈ ഒരു ഭാഗത്ത് ഏർപ്പെടുത്തിയിട്ടില്ല. എന്തായാലും കടുവയെ കണ്ട ഭാഗത്തേക്ക് ആരോടും പ്രവേശിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശം വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്ത ഒരു കാപ്പിക്കാട്ടിൽ കടുവ ഉണ്ട് എന്നുള്ളൊരു സൂചന വനംവകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും കടുവയെ കൃത്യമായിക്കൊണ്ട് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നടപടി എന്ന് പറയുന്നത് കടുവയെ ആദ്യഘട്ടത്തിൽ കടുവയെ കൂടുവെച്ച് പിടികൂടുക, അതിന് സാധ്യമായില്ലെങ്കിൽ മയക്കുവെടി വെക്കുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്കായിരിക്കും വനം വകുപ്പ് കടക്കുക. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളൊക്കെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കടുവയെ കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത നടപടി ആദ്യം കൂട്ടിലാക്കുക, തുടർന്ന് മയക്കുവെടി വെക്കുക എന്നുള്ളതായിരിക്കും. പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഇപ്പോഴും ഒഴിയുന്നില്ല. കടുവ ഇപ്പോഴും പ്രദേശത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കടുവയെ പിടികൂടാൻ കഴിയുമോ അത്രയും വേഗം കടുവയെ കൂടുവെച്ച് പിടികൂടുക എന്നുള്ളത് തന്നെയായിരിക്കും വനവകുപ്പിന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇനി കടുവ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോവുകയാണെങ്കിലും ആശങ്ക ഏറെ വർദ്ധിപ്പിക്കുന്നത്. കാരണം ഈ ഒരു മേഖലയിലെ ചുറ്റുഭാഗവും ജനവാസ മേഖലയാണ്, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ ആശങ്ക വർദ്ധിപ്പിക്കാനുള്ള ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച വനം ഈ ഒരു ഭാഗത്ത് ഇല്ലാത്തത് കൊണ്ടും കടുവയെ വനത്തിലേക്ക് ഓടിക്കുക എന്നത് ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. അമൃത. ശരി, ഫൈസൽ നെടുമ്പാലയാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ എന്തായാലും കടുവയ്ക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്.